ഇതാണ് തളത്തിൽ സതീശന്റെ വീട്. സതീശന്റെ കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടിച്ചൊരു മാസമേ ആവുന്നുള്ളൂ. ഭാര്യ ഷീബയോട് അതിയായ സ്നേഹമാണ് സതീശന്. പക്ഷെ നിർഭാഗ്യവശാൽ സതീശനേക്കാൾ അല്പം സൗന്ദര്യം കൂടി പോയി ഷീബയ്ക്ക്. അതുകൊണ്ടിപ്പോ എന്താണെന്നല്ലേ, കണ്ടു നോക്ക്. പത്രക്കാരനും നവവധുവും കൂടി ഒളിച്ചോടി. പത്രമിട്ട് മൂന്നാം പക്കം അവർ ബന്ധം ഊട്ടിയുറപ്പിച്ചു. തുടർന്നായിരുന്നു ഒളിച്ചോട്ടം. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി എൻ്റെ വീട്ടിൽ പത്രം വേണ്ട. അച്ഛാ, ആരെയും സംശയിക്കാതെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ചാറ്റി പീറ്റി പറഞ്ഞതുപോലെ ജീവിതം മുന്നോട്ട് പോയില്ലെങ്കിൽ ജീവിതം മൊത്തം കട്ടപ്പക. ജെൻസി, ജെന്നാൽഫ, ജെൻബീറ്റ എല്ലാം പ്രശ്നമാണ്. എന്താ പരിപാടി? ആടലോടകം പറിക്കാൻ വന്നത്. എന്തിന്? അമ്മാമ്മയ്ക്ക് കഷായത്തിന്. സൗന്ദര്യമുള്ള പെണ്ണുങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിനക്ക് ആടലോടകം പറിക്കണല്ലേ? ചേട്ടൻ എന്താ പ്രാന്തണ്ട? ഇപ്പോഴില്ല, എപ്പ വേണമെങ്കിലും വന്നേക്കാം. ഒന്ന് പോയേട്ടാ. രക്ഷപ്പെട്ടോ? പോയരാടന്ന് സംശയരോഗി. പട്ടിശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൂട്ടിയിട്ടത് നന്നായി. അല്ലെങ്കിൽ ഇവനൊക്കെ അടുക്കള വരെ കയറി ആടലോടകം പറിച്ചേനെ. ഇതെല്ലാം എൻ്റെ ഷീബയ്ക്ക് വേണ്ടിയാ. ഷീബേ, ഇനി എങ്ങാനും വീട് പൂട്ടിയിട്ട് ഷീബ എന്താ സതീശേട്ടേ കാണിക്കുന്നേ? എന്തിനാ മതിലുമ്മ കേറിയേ? ചാവി വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതിയില്ലായിരുന്നോ? ഞാൻ പട്ടി ഓടിച്ചോണ്ടാണല്ലോ ഞാൻ മതിൽ കയറിയത്. കുറെ കാലായി മതിലെടുത്ത് ചാടിയിട്ട്. ഒന്നും പറ്റിയില്ല. സതീശേട്ടനല്ലേ പറഞ്ഞു ഇവിടെ പട്ടിശല്യാന്ന്? ഞാനിതുവരെ ഒരു പട്ടിനും കണ്ടിട്ടില്ലല്ലോ. വെറുതെ ഗേറ്റ് പൂട്ടിയിട്ടു. പട്ടിയെ കണ്ടിട്ടാണല്ലോ ഞാൻ മതിൽ കയറിയത്. എന്നിട്ട് കടിച്ചോ? അയ്യോ, അത് കടിക്കാത്ത പട്ടിയായിരുന്നു. അങ്ങനെയുണ്ടോ? ആ, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയില്ലേ, ആ പട്ടിയായിരുന്നു. ആണോ? അയ്യോ, വേദന. അയ്യോ. സതീശേട്ടാ, സതീശേട്ടന്റെ കൊച്ചച്ഛൻ വന്നിട്ടായിരുന്നു ഇന്നിങ്ങോട്ട്. അയ്യോ, എന്നിട്ട് എന്ത് സംഭവിച്ചു? സതീശേട്ടന്റെ ജോലിയൊക്കെ എങ്ങനെ പോണോന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാ, സതീശേട്ടന് ഭയങ്കര കുട്ടിക്കളിയാന്ന് കൊച്ചച്ഛൻ തന്നെയാ പറഞ്ഞേ. നോറി. ഇതെന്താ? ആ, ഇത് കൊച്ചച്ഛൻ വാങ്ങി തന്നതാ എനിക്ക്. സതീശേട്ടൻ അറിയോ ഇത് എവിടുന്നാ കൊച്ചച്ഛൻ വാങ്ങിയതെന്ന്? ഇല്ല. ഇത് നമ്മുടെ തൃശ്ശൂർ സിറ്റി സെന്ററില്ലേ, അവിടെ സ്വതന്ത്ര ബോട്ടിക്കിന്ന് കൊച്ചച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാ. സതീശേട്ടാ, ഈ സാരിയിൽ എന്നെ കാണാൻ നല്ല രസല്ലേ? നല്ല രസമുണ്ട്. പിന്നെ കൊച്ചച്ഛൻ പറയാ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന്. സാരിയായിട്ടും ചുരിദാറായിട്ടും ഒരുപാട് കളക്ഷൻസ്. സതീശേട്ടാ എന്നെ ഒരു ദിവസം കൊണ്ടുപോകും. ഒരു ദിവസം നിന്നെ അവിടെ കൊണ്ടുപോകാം. പിന്നെ സതീശേട്ടാ, ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ കൊച്ചച്ഛൻ എന്ത് നന്നായിട്ടാ പാടുന്നേന്ന് അറിയോ? എന്ത് നന്നായിട്ടാ പാടുന്നേ. പാട്ടും പാടിയോ? നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. കൊച്ചച്ഛൻ പാട്ട് പാടുന്ന പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല. എന്റെ അച്ഛൻ പാടും, എന്റെ മുത്തച്ഛൻ പാടുമായിരുന്നു, മുത്തശ്ശിയും പാടും. അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അതിന്റെ കുറച്ച് കൊച്ചച്ഛനും കിട്ടി. അല്ലെങ്കിലും ചില പാട്ട് പോലെയാ ജീവിതത്തിലെ നിമിഷങ്ങളും. എനിക്ക് പാട്ട് പാടുന്ന ആൾക്കാര് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പാട്ടുകാരനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂലേ, നമ്മൾ ആഗ്രഹിച്ച പോലെയൊന്നും കുറെ കാര്യങ്ങൾ നടക്കില്ല. അയ്യോ, അടുപ്പത്ത് കറി തളിച്ചിട്ടുണ്ടാവും, ഞാൻ പോട്ടെ. അച്ഛൻ്റെ ജീവിതത്തിലെ താളം തെറ്റിച്ച പോലെ എൻ്റെ ജീവിതത്തിലെയും താളം തെറ്റിക്കാൻ വന്നിരിക്കുകയാണല്ലേ പാട്ടുകാരൻ കൊച്ചച്ചാ. LKG എനിക്ക് പാട്ടിന് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പലപ്പോഴും പാട്ടിന് പേര് കൊടുത്തിട്ടുണ്ട്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷീബയ്ക്കോ? ആരേ ചെമ്പൈ? എനിക്കാരെയും അറിയില്ല. പാടുന്ന ഒരു പാട്ടെ. സതീശേട്ടനെ നല്ല ജോലിയില്ലേ, കണ്ണു ഉറങ്ങാൻ നോക്കിയേ. ഒരു ചെമ്പൈ ചാറ്റി പീറ്റി പറ്റിച്ചു. ശരിക്കും ചെമ്പൈ ആരാണാവോ? സതീശ, നിന്റെ ജീവിതം കൈവിട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഷീബയുടെ മുന്നിൽ നീ പാട്ടുകാരനാണെന്ന് തെളിയിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം താളം തെറ്റും. പഞ്ചാര പാല് മിഠായി ആർക്ക് വേണം ആർക്ക് വേണം ആർക്ക് വേണം.
ചേച്ചി ചേച്ചി ആ. ചേച്ചിക്ക് വേണം പുഞ്ചിരി പഞ്ചാര പാല് മിഠായി. ചേച്ചി വെള്ളം ചേർക്കാത്ത പാലാ. പഞ്ചാര പാല് മിഠായി. ഇനി ആർക്ക് വേണം ആർക്ക് വേണം? ഓ! ഏ? ഉം. ഉം. പാൽക്കാരൻ പാട്ടുകാരാ, എന്താ ചേട്ടാ? നാളെ മുതലേ ഇവിടെ പാല് വേണ്ട. ഹൈ, അതിനിപ്പോ ഞാൻ പാലിൽ വെള്ളം ചേർക്കാറില്ല ചേട്ടാ. അത് മനസ്സിലായി. പാലിലെ പ്രശ്നം, പാട്ടിലെ പ്രശ്നം. പാട്ടിലാ? നാളെ മുതൽ പാലും വേണ്ട, പാട്ടും വേണ്ട. ഹൈ, കുടുംബം കലക്കാൻ ഇറങ്ങിയേക്കണ്. എന്താ പാട്ടിന് കുഴപ്പം? അവന്റെ ഒരു പാലും മനസ്സാരേ. ഇപ്പൊ പഞ്ചാര കൂടിയോണ്ടായിരിക്കോ? ഇല്ല, ഞാൻ പാടില്ല. സതീശ, എന്താ നിന്റെ പ്രശ്നം? സാമേട്ട, ജീവിതത്തിന്റെ താളം തെറ്റി തുടങ്ങിയിരിക്കുന്നു. എടാ, എന്റെ ജീവിതത്തിന്റെ താളൊക്കെ എന്നേ തെറ്റിയതാ. തെറ്റും ശരിയാവും, തെറ്റും ശരിയാവും, അവസാനം ഒരു തെറ്റും, അതോടെ എല്ലാം തെറ്റും. ഷീബയ്ക്ക് പാട്ട് പാടുന്നവരെ കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള ഒരാളെ അവള് കല്യാണം കഴിക്കാൻ ഇരിക്കായിരുന്നു. ഇനി ഞാൻ പാട്ട് പഠിച്ചില്ലെങ്കിൽ എനിക്ക് ഷീബനെ എന്നേക്കുമായിട്ട് നഷ്ടമാവും. നിനക്ക് പാട്ട് പഠിക്കണം, അത്രല്ലോ. എന്റെ ആ. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, ആ. ഭാഗവതരാന്ന് അവൻ പറയണത്. ആ. നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പൊ തന്നെ പോവാ. ഇപ്പഴാ? ആ, അപ്പൊ കട സംഗീതം അടുക്കും തോറും അകലുന്ന മഹാസാഗരം. അലഞ്ഞോട്ടുണ്ട് ഒരുപാട്. എന്ന് നമുക്ക് തുടങ്ങാം. സാ, രേ, ഗാ, മാ, ഭാഗവതരേ, വാ വാ വരാ വരാ. കണ്ടില്ലേ വായ്ത്താളം? ഇതിപ്പോ ആരാ പഠിക്കണേ? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കണു. മാഷിന് വേറെ കുറച്ച് വിശിഷ്ട അതിഥികളുണ്ടേ. പോളാ. എല്ലാം ഷീബയ്ക്ക് വേണ്ടി. ഈശ്വര, എന്റെ വാസുരത്തപ്പ. എല്ലാം ഭംഗിയാവും. തുടങ്ങാം. സഹോദരേ, അത്യാവശ്യമായിട്ട് പാട്ട് പഠിക്കണം. ആദ്യത്തെ സ്വാമി ഞാൻ അന്വേഷിച്ചപ്പോ 7 സ്വരങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഒരു അരമുക്കാൽ മണിക്കൂർ വരെ അത് മതിയോ? ആ, അത് പഠിക്കാം. എന്ത് പാട്ട് പഠിക്കാൻ. എന്റെ സ്വാമി. അല്ല, ഒന്ന് മെയിൻ സാധനങ്ങൾ. എന്നാ നമുക്ക് നോക്കാം. ആ. സാ, രീ, ശരിയല്ലേ? കുഴപ്പമില്ല അല്ലേ? ഗാ. ഒരു നാലിനും കൂടി. എന്ത് അല്ല, സരിഗമേ, അത് കഴിഞ്ഞാ കഴിഞ്ഞൂലോ. എന്റെ സ്വാമി. സാരി ഗമ പദ നി സാ. സാരി ഗമ പദ നി സാ. ഇത്രയുള്ളോ? വെറുതെ ശിവയുടെ മുമ്പില് കൊച്ചായി. ഭാഗവത ദൈവത്തെ നേരത്തെ കണ്ടതായിരുന്നു. 500 മതി. അതെ. സാ 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 ഇവൻ ഈ ജന്മത്ത് പാട്ട് പഠിക്കില്ല. അതെനിക്കും തോന്നായില്ല. എന്നാ പിന്നെ ഇതിനെ ഇറക്കി കൊണ്ട് പോയിക്കൂടെ നിനക്ക്? ആ സാ ഒന്ന് നിർത്തിത്തരാൻ പറ്റൂ? എന്റെ സ്വാമി. സാ 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 സാ. സതീശ, എനിട്ടോ പെട്ടി എവിടെ ഇരുന്നോട്ടെ, ബാഗ് എടുത്തോ. എനിട്ടോ പോവാം. സ്വാമി, ശിവനെ ഞെട്ടിക്കാൻ പറ്റില്ലേ? ഇവനെ ഞെട്ടിക്കാൻ പറ്റും. ഞാനും ഭാഗവതരും ഞെട്ടി. ഭാഗവതരെ, നന്ദി. അലക്കുകല്ല്, ബക്കറ്റ്, സോപ്പ്. പതപ്പിക്കാൻ പറ്റിയ സമയം. പൂവേ പൂവേ പാറപ്പൂവേ മണമെത്തി. പൂവേ പൂവേ. അതെ, പൂവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ആ. ആ മുറ്റത്ത് പൂച്ചട്ടികൾ 2 എണ്ണം വാങ്ങിക്കണം കേട്ടോ. വാങ്ങാം. വാങ്ങിച്ചാൽ നിങ്ങക്ക് കൊള്ളാം.
ആലുവ പുഴയുടെ തീരത്ത് പെരുമ്പാവൂരെത്തും നേരത്ത്. പെരുമ്പാവൂരിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അവിടുന്ന് വലിയച്ഛനും വലിയമ്മയൊക്കെ ഒന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. വന്നോട്ടെ. ടൗണിൽ ചത്തി നടക്കാം. എന്താ മോളെ? സതീശൻ എന്താ പറ്റിയേ? ഒന്നും പറ്റിയതല്ല മോളെ, പാട്ട് പാടിയതാ. നിലവിളിക്കണ കേട്ടേ? പാട്ട് പാടിയതാ. ഇങ്ങനെയാ? ശരിയെന്നാ. ശരി മോളെ, മോൾക്ക് ഇഷ്ടായി. നാട്ടുകാരെ മൊത്തം ഓടിപ്പിക്കും ഇവിടുന്ന്. അത് പറഞ്ഞപ്പോഴാ സതീശേട്ടാ, ഇവിടെ നമ്മുടെ വീടിന്റെ അപ്പുറത്തെ ഒരാള് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഞാൻ അലക്കുമ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോഴൊക്കെ എന്തൊരു പാട്ടാന്നറിയോ. ഇനി പാടുമ്പോ ഞാൻ സതീശേട്ടനെ കേൾപ്പിച്ചു തരാട്ടോ. കേൾപ്പിച്ചു തരേണ്ടി വരും. സതീശ, ഈ ചുറ്റുവട്ടത്തുള്ള ഏതോ സംഗീതജ്ഞൻ നിന്റെ ഷീബ ഉടൻ അടിച്ചോണ്ട് പോകും. അയാളെ നീ വകവരുത്തിയില്ലെങ്കിൽ നിനക്ക് നിന്റെ ഷീബയെ നഷ്ടാവും. സമ്മതിക്കില്ല. എന്നാലും ആ പാട്ടുകാരൻ ആരായിരിക്കും? ഈ നാട്ടിലെ എല്ലാ പാട്ടുകാരുടെയും ലിസ്റ്റ് ഉടൻ തയ്യാറാക്കണം. നീയല്ലടാ, ഞാനാ. എന്താണ് നിനക്കൊരു കുണുക്കം? പെട്രോൾ തീർന്നേട്ടാ. എന്റെ വീടിന്റെ മുമ്പിൽ എത്തുമ്പോ തന്നെ നിന്റെ പെട്രോൾ കഴിഞ്ഞാ? ചേട്ടാ പെട്രോൾ അറിയില്ല, ചേട്ടന്റെ വീടാന്നുള്ളത്. പാട്ട് പാടിയ പെട്രോൾ ഉണ്ടാവൂ? മനസ്സിലായില്ല. സുന്ദരിയായ ഭാര്യയുള്ള എന്റെ വീടിന്റെ മുമ്പിൽ എത്തുമ്പോ തന്നെ നിന്റെ പെട്രോൾ തീർന്ന? അവന്റെ ഒരു പാട്ട് ഞാൻ പാടും, ഇനിയും പാടും. തന്റെ വീടിന്റെ മുമ്പിൽ വേണം ഗാനമേള നടത്തും. ഞാൻ കുലുക്കും ചെയ്യും. കാലത്ത് ഇങ്ങനത്തെ മനുഷ്യന്മാര്. ഗാനമേള കേൾക്കാൻ തയ്യാറായിക്കോ? കേൾക്കാൻ കുടുംബക്കാരെ വിളിച്ചോ? നീ ഗാനമേള നടത്താൻ മാറത്തലയാ. പോടാ. അന്ന് നിന്റെ കവിളിൽ ചുവന്ന ഇതാരുടെ ഗാനമേള? അന്ന് നിന്റെ കവിളിൽ ചുവന്നിട്ടില്ല. അന്ന് നിന്റെ നുണക്കുഴി. എന്താ ചേട്ടാ? അത് ശരി, പാട്ട് പാടി ഷീബനെ മയക്കാൻ വന്നിക്കല്ലേ? നിനക്ക് തേങ്ങ ഇടുമ്പോ പാട്ട് പറഞ്ഞ? അത് പിന്നെ തെങ്ങുമ്പോ കാല് വെച്ച് കഴിഞ്ഞാലേ പാട്ട് താനേ വരും. അതെന്റെ ഒരു ശീല. അത് ശരി, ഈ തെങ്ങിലെ തേങ്ങ താനെ താഴെ വീണോളും. ഇനി ഈ പരിസരത്ത് തേങ്ങയുടെ കണ്ടുപോരുത്. ആഹാ, അങ്ങനെ താനെ എന്നെ നാളേരം വിളിക്കും. തന്റെ അടുത്ത പറമ്പിൽ എവിടെയെങ്കിലും വിളിക്കാം. അന്ന് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. തന്റെ ഒരു നാളേരം എന്റെ കുണ്ടി. അയ്യോ, ഈ പാട്ടുകാരൊക്കെ ഇത്ര ഭീകരരായിരുന്ന? ജോണേട്ടാ, സതീശ, സുഖം തന്നെയല്ലേ? സുഖമായി പോണു. കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? 10 മൂട് കപ്പ നട്ടു, ഒക്കെ തൊരപ്പം കൊണ്ടുപോയി. ഇപ്പൊ ഒരു വാഴ നട്ടിട്ടുണ്ട്. 4-5 കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പോണു. ജോണേട്ടൻ പാട്ട് പാടാറുണ്ടോ? ഞാൻ പാട്ടൊന്നും പാടില്ല. എന്ത്? ഇതുവരെ പാടിയിട്ടില്ലേ? പാട്ടൊന്നും ഞാൻ പാടിയിട്ടില്ല. പക്ഷെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഹൈ ജമ്പ് ചാടി ഒരു സമ്മാനം വാങ്ങിച്ചു. അത് എത്ര ഹൈറ്റ് ആയിരുന്നു ഞാൻ ചാടും. ഇപ്പോഴും ചാടും. അല്ല, നമ്മുടെ ഷീബ എവിടെ? ഷീബ ദൂരെ ഒരു കല്യാണത്തിന് പോയിരിക്കുക. ഓ, അതാണ് പുറത്തേക്കൊന്നും കാണാനല്ലേ? ജോണേട്ടന് പാട്ടൊക്കെ പഠിക്കാം. അതെന്തായിരിക്കും അവൻ പാട്ട് പഠിക്കാൻ പറഞ്ഞത്? ചിലപ്പോൾ മ്യൂസിക് ആൽബത്തിൽ പാടിക്കാനായിരിക്കും. സതീശ, ഞാൻ പാട്ട് പഠിക്കാൻ പോവാട്ടാ. പാട്ടുപാടി നോക്കാം ഞാന് താമര സതീശ. പാട്ടുകാരും ചാട്ടക്കാരും ഒക്കെ പ്രശ്നം. മുള്ളുവേലി മാറ്റി 10 അടി ആയിട്ടുള്ള മതിൽ പണിത് അതിനുമേൽ കുപ്പിച്ചില് വിതറണം. ഇല്ലെങ്കിൽ കിളവൻ രാത്രി ചാടും. ഷീബേ, അകത്തൊന്ന് കുറ്റിയിട്ടോ. ഈ നാട് നിറയെ കഴിവുള്ള തെണ്ടികളാ. എല്ലാരെയും പേടിക്കണം. ഷീബേ, ഞാൻ ഓഫീസിൽ പോകുന്നു. ഞാൻ ഒരുപാട് വൈകും. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഒരുപാട് വൈകിട്ടേ വരുള്ളൂ.
ഇന്ന് വരുന്നവന് ഞാൻ കൊടുക്കും. കണക്കൂട്ടലൊക്കെ തെറ്റി. ശരിയാവൂല. എവിടേക്കാ? ഷീബ ഒരു പാവ. അതിന് വന്നോളോട്ടാ. വിധിയുണ്ടെങ്കിൽ വാതിലടഞ്ഞു ഷീബേച്ചിയെ കരണ്ടും പോയല്ലോ ചേച്ചിയെ. ചേച്ചി ആ നിനക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. ജോണേട്ടാ ഒലക്ക കിട്ടുമോ? ഒലക്ക ഒരു മിനിറ്റ്. അല്ല ഒലക്കയില്ല, മിക്സി മതിയോ? വേണ്ട. വേണ്ട, ശബ്ദം കേൾക്കും. യുദ്ധം വന്നാൽ ഗ്യാസ് തീരും, ഗ്യാസ് തീർന്നാൽ വിള്ളി വരും, വിള്ളി വന്നാൽ ഓടിയെത്തും ദാസൻ, ചേച്ചിയുടെ ദാസൻ, ശിബച്ചിയുടെ ദാസൻ. ശിബച്ചിയെ എന്താടാ വണ്ടി വെയിറ്റിംഗാ. ദേ വരുന്നു. നീ വിളിച്ചിറക്കുവല്ലേടാ? നീ പാട്ട് പാടൂലേ? നിന്നെ ഞാനത് കൊല്ലും. ഗ്യാസ് അടിച്ച് നിന്റെ ഗ്യാസ് ഇപ്പൊ തീർക്കൂടാ. അയ്യോ എന്തത്? എന്ത് പണിയാ സതീശേട്ടാ കാണിച്ചു? ഇത് ദാസനല്ലേ? ഗ്യാസ് കൊണ്ടിരുന്ന ദാസൻ. എന്ത് കഷ്ടം നോക്ക്. ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞോ ദാസാ? ഓർത്തൂസ് കടലെടുക്കുന്നു വന്ന ആദ്യത്തെ കപ്പല്ല, ആദ്യത്തെ ഗ്യാസ് ആണ് ഞാനൊരു ഷീബേച്ചിക്ക് കൊണ്ടുകൊടുത്ത. എനിക്കിത് കിട്ടണം എന്റെ ദാസേ. അല്ല ഗ്യാസ് ആണോ? കരയല്ലേ? കരയാൻ മാത്രമൊന്നും. ജോണേട്ടാ എന്താ വിശേഷം? എടാ സതീശ, ഇതിനു വേണ്ടിയായിരുന്നടാ നീ എന്നോട് പാട്ട് പഠിക്കാൻ പറഞ്ഞത്? എന്റെ തലമണ്ട തല്ലി പൊളിക്കാൻ. എന്നോട് ക്ഷമിക്കൂ ജോണേട്ടാ. ക്ഷമിക്കൂ ദാസ. ഷീബ, എനിക്ക് കുറെ തെറ്റുപറ്റി. ഷീബയോടുള്ള അതിയായ സ്നേഹമാണ് എനിക്ക് ഈ ഗതി വരുത്തിയത്. ബ്രോ, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. പ്രാണസായി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ. ചേച്ചേ ചേച്ചേ, ഇതിനൊരു അവസാനമില്ലേ? പ്രാണസഖി നിനക്ക് ഞാൻ തരാടാ. സതീശേട്ടാ